ഇങ്ങനെ പോയാൽ താമസിയാതെ KSEB മറ്റൊരു KSRTC ആയി മാറുമെന്നാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറയുന്നത്. KSRTC CMD പദവിയിൽ നിന്ന് KSEBയുടെ തലപ്പത്തെത്തിയ അദ്ദേഹത്തിന് ബോർഡിന്റെ നിലവിലെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. കാലാകാലങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കൃത്യമായ ആസൂത്രണമില്ലായ്മയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഇലക്ട്രിസിറ്റി ബോർഡ് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. മാസം തോറും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിന് മുമ്പിൽ നാണമില്ലാതെ കൈനീട്ടുന്ന KSRTCയുടെ ഗതികേട് KSEBക്ക് ഇതുവരെ ഉണ്ടാകാത്തത് അടിക്കടി നിരക്ക് കൂട്ടാനും സർചാർജ് ഏർപ്പെടുത്തിയും പൊതുജനങ്ങളെ പിഴിയുന്നത് കൊണ്ട് മാത്രമാണ്. എന്നും ഇവരുടെ കറവ പശു ഇവിടുത്തെ മൊണ്ണ ജനങ്ങളാണ്. ഇവരെ ഞെക്കിപ്പിഴിഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നാണ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവർ പോലും പരസ്പരം ചോദിക്കുന്നത്. വരവും ചെലവും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ നിരക്ക് വർധനയും അധിക സർചാർജും കൊണ്ട് നികത്താനാവുന്നില്ല. ഓരോ മാസവും ദൈനംദിന ചെലവുകൾക്ക് 400 കോടി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പലിശക്കെടുക്കണം. വരവ് 1750 കോടി രൂപയിൽ നിൽക്കുമ്പോൾ ചെലവ് 1950 കോടിയാണ്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ വരവും ചെലവും ഇത്തരത്തിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര ഉൽപാദനം കമ്മിയായതിനാൽ കൂടിയ വിലയ്ക്ക് പുറത്തു നിന്നും വലിയ തോതിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. നേരത്തെ ഉണ്ടാക്കിയ വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഏകപക്ഷീയമായി റദ്ദാക്കിയതിന് ഫലമായി നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധി അതൊരു വശത്ത്. മഴ ആവോളം ലഭിച്ചിട്ടും വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്ന മഴക്കാല രാത്രികൾ. ബോർഡിന്റെ ആസൂത്രണ വൈകല്യങ്ങൾ ഇങ്ങനെ ധാരാളമാണ്. പ്രതിസന്ധി മറികടക്കാനുള്ള അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനം രൂക്ഷമായ പവർ കട്ടിലേക്ക് നീങ്ങും. ബോർഡിലെ താപ്പാനകളാണ് ഏറ്റവും വലിയ പ്രശ്നം. കുത്തഴിഞ്ഞ ഭരണവും പരമ്പരാഗത സമീപനങ്ങളിൽ ഒരു മാറ്റവും വരുത്തുകയില്ലെന്ന മുട്ടാപ്പിടിയും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ജീവനക്കാരുടെ ശമ്പളം, ധൂർത്ത്, പെൻഷൻ ഇതെല്ലാം ജനങ്ങൾ വഹിക്കേണ്ട ഗതികേട് മറ്റൊരു വശം. ഏതായാലും ബോർഡ് രണ്ടാമതൊരു KSRTC ആയി മാറുന്നത് അതിവിദൂരമല്ല.